എന്താടി കുട്ടി വിശേഷം നോക്കി പഠിപ്പിക്കുന്നേ? ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് താടാ. എടി നീ ആരോട് സംസാരിക്കാൻ നിനക്കറിയാം? നീയൊക്കെ ആരായാലും എനിക്കെന്താ? ഈ ഗുണ്ടു ഭാസ്കരനോട് സംസാരിക്കാൻ മാത്രം ഒരു പെണ്ണ് വളർന്നോ? അതും ഒരു പീറ പെണ്ണ്. ഓടി ജീവൻ വേണേ ഓടി പോടി. നിന്നോട് പറഞ്ഞത് നീ കേൾക്കുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് തരാൻ. ആശാനെ, ഇവൾ ഒരു നടക്ക് പോകുന്ന എനിക്ക് തോന്നില്ല. ദേ നോക്ക്, അവസാനായിട്ട് ഞാൻ പറയാ, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോയിക്കോ ഇവിടുന്ന്. നിനക്കെന്താടാ കാര്യം പറഞ്ഞാ മനസ്സിലാവില്ലേ? ആശാനെ, എടി നിന്നെ ഞാൻ. ആശാനെ, ആശാനെ നമുക്ക് തിരിച്ചു പോവാം. വേണ്ട, ഒന്നിന് നിൽക്കണ്ട. മാറി നിക്കട ഇങ്ങോട്ട്. ഈ നാട്ടുകാരൊക്കെ കണ്ട പേടിക്കുന്ന എന്നെ അടിക്കാനായോ നീ? നിന്നെ ഞാനിന്ന് എടീ. അയ്യോ രക്ഷിക്കണേ, എനിക്ക് താഴെ ഇറങ്ങാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അറിയില്ലടാ, എനിക്ക് ഇവിടുന്ന് താഴെ ഇറങ്ങാൻ പറ്റുന്നില്ല. എടാ സുബ്രു, നോക്കി നിക്കാതെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കടാ. നോക്കട്ടെ. ആശാനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. പൊന്നു ചേച്ചി, നിങ്ങളുടെ മോളോട് പറഞ്ഞ് എന്നെ ഒന്ന് താഴെ ഇറക്കാൻ പറ ചേച്ചി. അറിയാതെ പറ്റിപ്പോയതാ ചേച്ചി. അയ്യോ അങ്ങനെ പറയല്ലേ ചേച്ചി. അയ്യോ, എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കണേ. അറിയാതെ പറ്റിപ്പോയതാ. ചെയ്ത തെറ്റുകൾക്കല്ലേ ഞാൻ മാപ്പ് പറയാമേ. ഇവിടെ നിന്ന് പണി പാടുന്നു തോന്നുന്നു. ഇവിടുന്ന് പോവല്ലേ നല്ലത്. എടാ സുബ്രു, നിന്റെ ആശാൻ ഇവിടെ ഒറ്റക്കിട്ട് പോവല്ലടാ മോനെ. ചന്ദ്രമുഖി, നിനക്ക് ഷൈൻ ചെയ്യാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. സ്റ്റാർട്ട്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ഏരിയയിൽ നിൽക്കുന്ന ഗുണ്ടസുഖ കാരണം നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പലപ്പോഴും ഈ പച്ചക്കറി മാർക്കറ്റിൽ വരുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എന്റെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. ഈ ഗുണ്ടസുഖിനെ പോലുള്ള ആൾക്കാരുടെ ശല്യത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമെന്ന്. ഞാൻ പറയട്ടെ. എന്റെ പൊന്നു ചേച്ചി, എന്നെ താഴെ ഇറക്കിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാ മതി ചേച്ചി. ഒന്നും എന്നെ താഴെ ഇറക്ക്. ഗുണ്ടസുഖ മിണ്ടാതിരിക്ക് ചേച്ചി, പറയല്ലേ. എന്റെ പൊന്നു നാട്ടുകാരെ, അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നല്ലൊരു പ്ലാൻ ആയിട്ടാണ് ഞാൻ ഈ പച്ചക്കറി മാർക്കറ്റിലെത്തിയത്. കറക്റ്റ് സമയത്ത് നമ്മുടെ ഗുണ്ടസുഖ അവിടെ എത്തിച്ചേരും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ഗുണ്ടസുഖയെ ഏറിലാക്കാൻ എനിക്ക് നിഷ്പ്രയാസം കഴിഞ്ഞു. എല്ലാത്തിനും കാരണം ഈ ചന്ദ്രമുഖിയാണ്. ഇവരെന്തൊക്കെ പറയുന്നേ? കുഴപ്പമില്ല, ഈ ചുക്കിയുടെ ശരീരത്തിൽ നീലിയാണെന്നുള്ളത് ആരും അറിയാൻ പാടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അത് ചെയ്യേണ്ടി വന്നു. ഞാൻ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേടിക്കാതെ ഈ മാർക്കറ്റിലൂടെ നടക്കാം. ചന്ദ്രമുഖി ചേച്ചി വിജയിക്കട്ടെ. ചന്ദ്രമുഖി, നമുക്ക് അവനോട് രണ്ട് വർത്താനം പറയണം. അതിനെ എടാ ഷെയ്ത്താനെ, ഇന്നെ കൊണ്ട് ഞമ്മക്കില്ലാത്ത തൊല്ലയില്ല. ഇനി മാർക്കറ്റിൽ കിടന്ന് എന്തെല്ലാം കളിയാ കളിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതാടാ പറയുന്നത് പഠിച്ചോനുണ്ട് പഠിച്ചോനുണ്ട്. പഠിച്ചോന്റെ വേഷത്തിൽ ഇപ്പം വന്ന് നമ്മളെ ചന്ദ്രമുഖി ശേഷിയാ. അതുകൊണ്ട് നിനക്ക് ഇപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റിയില്ലേ? അമ്മേ, എനിക്ക് വീട്ടിൽ പോണം. അവിടെ നിൽക്കുമ്പോൾ ഇതും കഴിയട്ടെ. അനക്ക് ഇങ്ങനെ തന്നെ വരുമെന്ന് നമുക്ക് അറിയണടാ. അന്റെ കളി കണ്ടപ്പോ നമുക്ക് മനസ്സിലാക്കിയത് അന്നെ ഒന്നും പഠിച്ചോൻ വെറുതെ വിടൂലാന്ന്. തെറ്റ് പറ്റിപ്പോയി താത്ത, എന്തെങ്കിലും പറഞ്ഞൊന്ന് ഇറക്കാൻ പറയാ. ഈ കുറച്ചു നേരം കിടക്ക്, എന്നാലേ ഈ പഠിക്കൂ. ഓനിപ്പം കടന്ന് മോങ്ങുന്നേ. പൊളിച്ച് താത്ത, നിങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്ന പോലെ തോന്നുന്നു. അമ്മേ, നമുക്ക് പോവാം. അപ്പൊ എല്ലാരോടും ഞങ്ങൾ പോവാണേ. ആരെങ്കിലും എന്നെ ഇവിടുന്ന് ഇറക്കിയിട്ട് പോ. ചന്ദ്രമുഖി, ഈ മാന്ത്രിക ശക്തി വെച്ച് അവനെ ഇറക്കിയിട്ട് പോ.
അത് തന്നെ ചേച്ചി, എന്നെ താഴെ ഇറക്കിയിട്ട് പൊയ്ക്കാം. അങ്ങനെ തന്നെ പൊന്നു ചേച്ചി, ഒന്നിറക്ക് ചേച്ചി. എന്തെങ്കിലും ഉരുളി ആവട്ടെടി. ഇവനെ താഴെ ഇറക്കിയിട്ട് എനിക്ക് പോയേ പറ്റുള്ളൂ.